ഹലോ ഗായ്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 9ാം ക്ലാസ്സുകാരുടെ വലിയൊരു ഡ്രീമില്ലാതാവുന്ന ഡേ ആണെന്ന് ഗായ്സ് പറഞ്ഞു വന്നത്. ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രഷർ എന്ന് പറയുന്നത് വരുന്ന കല്യാണാലോചനകൾ എങ്ങനെ മുടക്കാമെന്നുള്ളതായിരുന്നു. വീട്ടുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 10 കഴിയുന്നതോടുകൂടി കെട്ടിച്ചു വിടുക എന്നുള്ളതായിരുന്നു. ഞാൻ അതിനെ വളരെയധികം എതിർത്തിരുന്നു. ആൻഡ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ആ സമയത്ത് പഠിക്കുക, ജോലി നേടുക എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വീട്ടുകാർ പലപ്പോഴും തന്നെ ഇഷ്ടക്കാരി, അഹങ്കാരി എന്നൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മനസ്സിൽ ആ സമയത്ത് കല്യാണമേ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഡ്രീമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കുഞ്ഞുണ്ടാവുന്നത്, ദത്തെടുത്തിട്ടായാലും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ മുടി വളർത്തുന്നതും അത് പല സ്റ്റൈലിൽ കെട്ടുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന്, എൻ്റെ ഡ്രീംസിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു. ബാക്കിൽ തലപിടിച്ചെടുക്കുന്ന ആൾ ആ സമയത്തൊന്നും എൻ്റെ ഡ്രീമിൽ ഉണ്ടായിരുന്നേ ഇല്ല, പക്ഷേ മുന്നിലിരിക്കുന്ന ആളെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ആഗ്രഹം സഫലീകരിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടുകാരെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നത്തെയും പോലെ. പക്ഷേ ഞാൻ നെവർ മൈൻഡ് ആയിരുന്നു. പക്ഷേ കുഞ്ഞിനും അത് ഇറിറ്റേഷൻ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വെട്ടിക്കളയാം. അങ്ങനെ ഞങ്ങൾ പത്തടിപ്പാലം എക്സോട്ടിക്കയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മുടി വെട്ടുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ.